ഹായ് നമ്മുടെ 4ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിന് ഉറപ്പായിട്ടുള്ള ഷുവറായിട്ടുള്ളൊരു ചോദ്യമാണ് മാഷ് എനിക്ക് വീട്ടിൽ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ നമ്മുടെ 4ാം ക്ലാസ്സിലുള്ള മുഴുവൻ ഇമ്പോർട്ടൻറ്റ് ചോദ്യം നമുക്ക് ലൈവായിട്ടും വീഡിയോസായിട്ടൊക്കെ എനിക്ക് ചാനൽ കിട്ടും കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ 4ാം ക്ലാസ്സിലെ ഫ്രണ്ടിനും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്കും ഈ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ അറിയട്ടെ, അവരും കൂടി അറിയട്ടെ. അപ്പോൾ അവർക്കും ഇപ്പോൾ തന്നെ വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണ് എക്സാമിന് വരുന്ന ഉറപ്പായിട്ട് വരുന്ന ചോദ്യം നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇത് ഒന്നെങ്കിൽ ആദ്യത്തെ ആക്ടിവിറ്റി അല്ലെങ്കിൽ 3ാമത്തെ ആക്ടിവിറ്റി ആയിട്ടാണ് സാധാരണ വരാറ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് എന്തായാലും ചോദ്യം നോക്കാം. വേറൊന്നുമല്ല, ഇതുപോലെ കുറച്ച് നമ്പർ കാർഡുകൾ നമുക്ക് തരും. ഈ നമ്പർ കാർഡുകൾ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് നമ്പർ വലിയ സംഖ്യയും സ്മാളസ്റ്റ് നമ്പർ ചെറിയ സംഖ്യ നമ്മൾ ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കുക? കുറച്ച് നമ്പർ കാർഡുകൾ തന്നിട്ട് അത് വെച്ചുള്ള ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ആ നമ്പർ കാർഡിൽ ഏറ്റവും വലിയ നമ്പർ, ഏറ്റവും വലിയ അക്ക ഏതാ നമ്മൾ നോക്കുക. 5 ആണോ, 4 ആണോ, 2 ആണോ, 1 ആണോ ഏറ്റവും വലുത്? 5 ആണ് ഏറ്റവും വലുത്. അതിന് നമ്മൾ ഏറ്റവും ആദ്യം എഴുതണം. 5 നമ്മൾ എഴുതിയേ. ഇനി ബാക്കിയുള്ള ഏറ്റവും വലുത് ഏതാ? 4 ആണ് അല്ലെ. 2-നേക്കാളും 1-നേക്കാളും വലുത് 4 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത് എഴുതണം. ഇനി ബാക്കിയുള്ളത് 2ഉം 1 ആണ്. അതിൽ ഏറ്റവും വലുത് ഏതാ? 2 ആണ്. അതിന് മൂന്നാമതും. അതുപോലെ തന്നെ ഏറ്റവും ചെറുത് ഏതാണ്? 1 ആണ്. അതിന് നമ്മൾ നാലാമതും എഴുതുക അല്ലേ. അപ്പോൾ വലുതിന് ആദ്യം എഴുതി, പിന്നെ ബാക്കിയുള്ള വലുതിന് രണ്ടാമത്, പിന്നെ ബാക്കിയുള്ള വലുതിന് മൂന്നാമത്, ഏറ്റവും ചെറുത് നമ്മൾ നാലാമത്. അങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള ഓർഡറിൽ നമ്മൾ ഈ അക്കങ്ങൾ, ഈ നമ്പറുകൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കിത് ഈ നമ്പർ, ഈ അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന, ഈ ഡിജിറ്റ്സ് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നമ്പർ കിട്ടി. ഏതാണ്? 5421 ആണ് ഈ അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന, ഈ ഡിജിറ്റ്സ് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ, ലാർജസ്റ്റ് നമ്പർ ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഉണ്ടാക്കി. സിമ്പിൾ. എന്ത് ചെയ്താൽ മതി? ഇതിലുള്ള അക്കം, നമ്പർ കാർഡ് വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ള ഓർഡറിൽ എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നാളത്തെ നമ്പർ, ചെറിയ സംഖ്യ ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? അതിന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ചെറിയ സംഖ്യ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ, സ്മാളസ്റ്റ് നമ്പർ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് എന്ത് ചെയ്താൽ മതി? ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഓർഡറിൽ എഴുതിയാൽ മതി. ഏറ്റവും ചെറുത് ഏതാ? 1 ആണ്. അതിനാദ്യം എഴുതുക. പിന്നെ ബാക്കിയുള്ളത് ഏറ്റവും ചെറുത് 2 ആണ്. അതിന് രണ്ടാമത് എഴുതുക. പിന്നെ ബാക്കിയുള്ളത് 4ഉം 5 ആണെങ്കിൽ ചെറുത് ഏതാ? 4 ആണ്. അതിന് മൂന്നാമത് എഴുതുക. ഏറ്റവും വലുത് ഏതാ? 5 ആണ്. അതിന് നാലാമത് എഴുതുക. അപ്പോൾ ഇത് 1 2 4 5. ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള ഓർഡർ നമ്മൾ എഴുതി. ഇതിന്റെ ഉത്തരം കിട്ടിയത് 1245, 1245 അല്ലേ. ഇതാണ് ഈ നമ്പർ കാർഡുകൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ, സ്മാളസ്റ്റ് നമ്പർ. സ്മാളസ്റ്റ് നമ്പർ ഉണ്ടാക്കാൻ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. അതുപോലെ തന്നെ ലാർജസ്റ്റ് നമ്പർ ഉണ്ടാക്കാൻ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതി കഴിഞ്ഞാൽ ലാർജസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ സംഖ്യ കിട്ടും. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി കഴിഞ്ഞാൽ സ്മാളസ്റ്റ് നമ്പർ, ഏറ്റവും ചെറിയ സംഖ്യ നമുക്ക് കിട്ടും അല്ലേ. ഇനി ഒരു കാര്യം കൂടെ മാഷ് പറയട്ടെ. ഈ നമ്പർ കാർഡ് ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും വലിയ സംഖ്യ ലാർജസ്റ്റ് നമ്പർ ആണെങ്കിൽ നമ്മളോട് ചോദിച്ചത്, അപ്പോൾ നമ്മൾ പറയും അത് സിമ്പിളാണ്, നേരത്തെ ചെയ്ത് അതേപോലെ. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? 8 ആണ്. അതിന് ആദ്യം എഴുതണം. പിന്നെ ബാക്കിയുള്ളതിൽ 4ഉം 0ഉം 1 ആണ്. അതിൽ ഏറ്റവും വലുത് ഏതാ? 4 ആണ്. അതിന് രണ്ടാമത് എഴുതണം. പിന്നെ ബാക്കിയുള്ളത് 1ഉം 0ഉം ആണ്. അതിൽ ഏറ്റവും വലുത് ഏതാ? 1 ആണ്. അതിനടുത്ത് എഴുതണം. പിന്നെ ഇതിൽ ഏറ്റവും ലാസ്റ്റ്, ബാക്കിയുള്ള ഏറ്റവും ചെറുത് ഏതാ? 0 ആണ്. അത് നമ്മൾ മൂന്നാമതായിട്ട് ലാസ്റ്റ് എഴുതണം, നാലാമത് എഴുതണം അല്ലേ. വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ള ഓർഡറിൽ എഴുതി. ഏറ്റവും വലുതിന് ആദ്യം 8, പിന്നെ ബാക്കിയുള്ള ഏറ്റവും വലുത് രണ്ടാമത്, ബാക്കിയുള്ള ഏറ്റവും വലുത് മൂന്നാമത്, ഏറ്റവും ചെറുത് നാലാമത്. അങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ള ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏറ്റവും വലിയ നമ്പർ കിട്ടും. അതെല്ലാം മാഷ് നേരത്തെ പറഞ്ഞത്. ഏറ്റവും വലിയ സംഖ്യ കിട്ടും. സിമ്പിളാണ്, കറക്റ്റ് ആണ്, ഇത് ശരിയാണ്. പക്ഷേ ഏറ്റവും ചെറിയ സംഖ്യ, സ്മാളസ്റ്റ് നമ്പർ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ നമ്പർ കാർഡ് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന സ്മാളസ്റ്റ് നമ്പർ, ചെറിയ സംഖ്യ ഏതാ നിങ്ങൾക്ക് അറിയെങ്കിൽ അത് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടോട്ടോ. നമുക്ക് നോക്കാം ഏതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. നിങ്ങൾ വിചാരിക്കും ഏറ്റവും ചെറിയ സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടി മാഷ് നേരത്തെ പറഞ്ഞതേപോലെ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 0 ആണ്. അതിനാദ്യം എഴുതണം. എഴുതി. പിന്നെ ബാക്കിയുള്ള ഏറ്റവും ചെറുത് 1 ആണ്. അതിന് നമ്മൾ രണ്ടാമത് എഴുതണം. ബാക്കിയുള്ള ഏറ്റവും ചെറുത് ഏതാ? 4ഉം 8 ബാക്കിയുള്ള അതിൽ ഏറ്റവും ചെറുത് 4 ആണ്. അതിന് മൂന്നാമത് എഴുതണം. ഏറ്റവും ലാസ്റ്റ്, ഏറ്റവും വലുത് ഏതാ? 8 ആണ്. അത് നമ്മൾ നാലാമത് എഴുതണം. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സംഖ്യ, സ്മാളസ്റ്റ് നമ്പർ കിട്ടും. അതല്ലേ മാഷ് നേരത്തെ പറഞ്ഞ് നമുക്ക് പലർക്കും ഡൗട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല എഴുതേണ്ടത്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഓർഡറിൽ എഴുതുമ്പോൾ ഏറ്റവും മുമ്പിൽ 0 വന്നു കഴിഞ്ഞാൽ ആ 0 നമ്മൾ കൂട്ടേണ്ട ആവശ്യമുണ്ടോ? കൂട്ടുമോ? ഏറ്റവും മുമ്പിൽ 0 വന്നു കഴിഞ്ഞാൽ 0ന് വിലയുണ്ടോ? ഇല്ല. അപ്പോൾ 0 ഇവിടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ 0 എന്നുള്ള നമ്പർ കാർഡ് ഉപയോഗിച്ച പോലെയാണ്. അല്ല, ഈ നമ്പർ കാർഡ് ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഉണ്ടാക്കാൻ നമ്മളോട് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഏറ്റവും ചെറിയ സംഖ്യ ഉണ്ടാക്കുമ്പോൾ 0 ഏറ്റവും മുമ്പിൽ വരാൻ പാടില്ല. കാരണം 0 ഏറ്റവും മുമ്പിൽ വന്നാൽ അതിന് വിലയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെന്താ വായിക്കുക? 148 എന്ന് തന്നെയാണ് നമ്മൾ വായിക്കുക അല്ലേ. ഇതെന്താ വായിക്കുക? 148. ഇനി ഇതെന്താ വായിക്കുക? 148. കാരണം അത് 0 മുമ്പിൽ വന്നാൽ വിലയില്ല. അപ്പോൾ ഏറ്റവും മുമ്പിൽ 0 വന്നാൽ അത് ഉപയോഗിച്ച പോലെ ആവോ? ഇല്ല. അപ്പോൾ ഏറ്റവും മുമ്പിൽ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 0നെ രണ്ടാമതാക്കണം. അപ്പോഴാണ് 0ന് വില വരിക. കാരണം 0 ഒന്നാമത് വന്നാൽ അതിന് വിലയില്ല. അപ്പോൾ 0 ഏറ്റവും മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിനെ രണ്ടാമതാക്കിയിട്ട് നമ്മൾ വെക്കുക.
രണ്ടാമതാക്കി വെച്ച് കഴിഞ്ഞാലാണ് ശരിക്കുള്ള ഉത്തരം കിട്ടുക. 1048 ആണ് ഈ നമ്പർ കാർഡുകൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ, സ്മാളസ്റ്റ് നമ്പർ. അപ്പോൾ സ്മാളസ്റ്റ് നമ്പർ ഏറ്റവും ചെറിയ സംഖ്യ ഉണ്ടാക്കുമ്പോൾ 0 ഏറ്റവും മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിന് രണ്ടാമതാക്കി എഴുതണം. അപ്പോഴാണ് അത് ഏറ്റവും ചെറിയ സംഖ്യ ആവുക, സ്മാളസ്റ്റ് നമ്പർ ആവാനുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പോഴാണ് അത് ശരിയാവുക. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ കാർഡുകൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ചെറിയ സംഖ്യ, സ്മാളസ്റ്റ് നമ്പർ ഏതാന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഈ നമ്പർ കാർഡ് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ചെറിയ സംഖ്യ, സ്മാളസ്റ്റ് നമ്പറാണ് ചോദിച്ചത്. അപ്പോൾ ആ കാര്യം പെട്ടെന്ന് കമന്റ് ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണിത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോട്ടുകളൊക്കെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി അയച്ചു തരും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മേൻ്റെ സഹായത്തോട് കൂടി ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് തൊട്ട് മുകളിൽ അടുത്ത വർഷത്തെ ബാച്ചിൻ്റെ ഒരു ലിങ്ക് കാണാം. അതൊരു ഗൂഗിൾ ഫോം ആണ്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന ആൾക്കാർക്ക് അടുത്ത വർഷത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓഫർ ഉണ്ടായിരിക്കും, അവർക്ക് മാത്രം. അപ്പോൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിടുക, അതും ഫ്രീ ആണ്, 2 ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഞങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം. വൈകുന്നേരം ലൈവുകൾ ഉണ്ടായിരിക്കും, അതിൽ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ പഠിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ലൈവ് ക്ലാസ്സുകൾ ആരും മിസ്സാക്കാതിരിക്കുക. നമുക്കിനി ലൈവ് ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.